ഇന്ന് ട്രിവാൻഡ്രം സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള വട കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കല്യാണങ്ങൾക്ക് പോകുന്നത് അത് കഴിക്കാനാണ് അത്ര ഇഷ്ടമുള്ളത്. ആദ്യം ഉഴുന്ന് ഒരു 8 മണിക്കൂർ കോർത്തെടുത്ത് ഉഴുന്ന് വേണം. ഉഴുന്ന് നല്ല രീതിക്ക് വെള്ളം വാർന്നെടുക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് മിക്സി ജാറിലിട്ട് അരയ്ക്കണം. അപ്പോൾ അരയുന്നില്ല, നല്ല സൗണ്ട് കേൾക്കണമെങ്കിൽ 1 സ്പൂൺ വെള്ളം വീതം ഒഴിച്ചു കൊടുക്കണം. മാക്സിമം വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ബേക്കിംഗ് സോഡ, ഉപ്പ്, സവോള, പച്ചമുളക്, ഇഞ്ചി ഇത്രയാണ് ഞാൻ ചേർക്കാറ്. ചിലർ കറിവേപ്പിലയും കുരുമുളകും ചേർക്കാറുണ്ട്, ഞാൻ അത് ചേർക്കാറില്ല. വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ആ വട ഏതെങ്കിലും എണ്ണയിൽ കുഞ്ഞായിട്ട് പൊരിച്ചെടുക്കണം. കറിയിടുമ്പോൾ അത് നല്ല രീതിക്ക് വലുതാകും. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന അത്രയും കുഞ്ഞായിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് സവോളയും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അത്രയും ചേർത്തിട്ട് ആ പച്ചമുളക് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് 2 തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് ഞാൻ നോക്കി ഉപ്പ് കുറവായിരുന്നു, ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത്, മസാലപ്പൊടി കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയണം. എങ്കിലും ആ ഒരു പ്രത്യേക മണം വരത്തുള്ളൂ. 2 തേങ്ങാപ്പാലിൽ കിടന്ന് ഉരുളക്കിഴങ്ങൊക്കെ വെന്തായിരുന്നു. എന്നിട്ട് 1 തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സൈഡിൽ തിള വന്നതും ഓഫ് ചെയ്തു. എന്നിട്ട് വട ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം. അപ്പോൾ ഈ വട തേങ്ങാപ്പാലിനെ വലിച്ചെടുക്കും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി നല്ല കട്ടിയുള്ള കറിയായി മാറി.